ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് ആണ്. ചാപ്റ്റർ 1 അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ നോക്കാം. അതിനുശേഷം ഇത് നോക്കാം. ഓക്കെ, ഒരു സീക്വൻസ് വരുന്നുണ്ട് 1, 1.5, 2 എന്ന് പറയുന്ന ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഫൈൻഡ് എക്സ് 10. അതായത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 10ാമത്തെ ടൈം എന്താണെന്നാണ് ചോദ്യം. ആ എക്സ് എന്നാം പദം എന്താണെന്നാണ് ചോദ്യം. അതുപോലെ വെദർ 20 അതായത് 20 എന്ന് പറയുന്നത് ഇതിലെ പദമായിട്ട് കിട്ടുമോ ഇങ്ങനെ എഴുതി പോയാൽ എന്നുള്ളതാണ് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യണം. 1, 1 ആയിട്ട് എടുത്തെഴുതി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇതിന് ചെയ്യേണ്ടത് വേറൊന്നുമില്ല, ഈ 2, 1 കൂടെ ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2, 1, 2 2 + 1 എന്ന് പറഞ്ഞാൽ എന്താ 3 ആണ്. അപ്പോൾ 3/2 എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊമ 2 എന്ന് പറഞ്ഞ് ബാക്കി എക്സെട്ര ആയിട്ട് നമ്മളന്ന് എഴുതി വെച്ചിരിക്കണം. അതിന് നമ്മൾ ആദ്യം x1 എടുത്തിരുന്നത് x1 = 1 എന്ന് പറഞ്ഞിട്ട് d എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞാൽ ഈ t2 - t1 ആണ്. ടേം തമ്മിൽ കുറയ്ക്കണം, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ 3/2 - 1 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 3/2 - 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? ഇത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പോൾ 3 - 2 എത്രയാണ്? 1 ആണ്. ആ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈ എന്തുവാ 2 എന്ന് പറഞ്ഞ് എടുത്തെടുക്കുക. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ടൈം കാണാം? എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ ടൈം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതങ്ങ് കണ്ടുപിടിക്കാം. അതാകുമ്പോൾ അതിനകത്തോട്ട് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റേ രീതിയിലും ചെയ്യാം. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, x10 = x1 + 9d എന്ന് പറഞ്ഞ് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഇത് ആൻസർ തന്നെ കിട്ടും. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. dn + f - d എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് d എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇൻറ്റു n എന്ന് പറഞ്ഞ് എഴുതി പ്ലസ് f - d. f - d എന്ന് പറഞ്ഞാൽ f എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് d എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതാണ്ട് ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 × n എന്ന് പറഞ്ഞാൽ n ആണ്, ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. പ്ലസ് ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 2 ആണ്, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ താഴെ എടുക്കുന്ന 2 ഒരെണ്ണത്തിന് എടുത്തതിന് ശേഷം n + 1 എന്ന് പറഞ്ഞാൽ എഴുതും. ഇപ്പോൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടിരുന്നാലും ആൻസറാണ്. നമ്മൾ ഇതിങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടെ നമ്മളൊരു ഒതുക്കമുണ്ട് ആൻസറിന്. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. n + 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ x10 ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് എന്നിനകത്തോട്ട് എന്ത്, ഇപ്പോൾ n ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഈ എന്നിനകത്തോട്ട് 10 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x10 = 10 + 1 / 2 11/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് എഴുതാം, 11/2 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര ഇട്ടിരുന്നാലും മതി. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് 20 ഇതിലൊരു ടേം ആണോ എന്നാണ് ചോദ്യം. അത് 20 xn അതിനൊരു ഇക്വേഷൻ പഠിച്ചിട്ട് n = xn - x1/d + 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതുക. അതിനകത്ത് x-ന് പകരം 20 നമ്മൾ ചെക്ക് ചെയ്യാനെടുത്തിരിക്കുന്ന നമ്പർ എടുത്തെഴുതുക. -1 എന്ന് പറയുന്ന നമ്പർ എടുത്തെഴുതി, x1 ആണത്. എന്നിട്ട് ഇതാണ് മെയിൻ ഡിവിഷൻ ആയിട്ടുള്ളത് വരുന്നത്, അത് എഴുതുക. /2 എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഫ്രാക്ഷനും വരുന്നുണ്ട്, +1. ഇതിനകത്ത് ഇതൊരു ഫ്രാക്ഷൻ, അതുകൊണ്ട് ഇതിനെ ഒരു ഫ്രാക്ഷൻ അങ്ങ് ആക്കണം. അപ്പോൾ 20 ൽ നിന്ന് 1 എത്ര 19 ആണ്. ആ 19 താഴെ 1 ഇട്ട് കൊടുത്താൽ അത് ഫ്രാക്ഷനായി. എന്നാലും നമുക്ക് ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ 1/2 വെച്ച് ഡിവൈഡ് ചെയ്തതിന് തിരിച്ച് 2/1 എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, 20 ൽ നിന്ന് 1 കുറച്ചാൽ എത്ര 19 താഴെ 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇതാകും. അതിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഇങ്ങനെ 2/1 എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞാൽ 2/1 എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതി. കാരണം ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. +1 എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ 1 × 1 1 ആണ്, താഴത്തെ നമ്പർ എഴുതത്തില്ല. 19 × 2 എത്ര 38 ആണ്. 38 + 1 39 എന്ന് പറഞ്ഞിട്ടും. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 39 എന്ന് പറഞ്ഞ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ 39ാമത്തെ ടേമാണ് 20. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, 20 ടേം ആണോ? ആണ്. എന്താണ് ഇങ്ങനെ എഴുതി വരുമ്പോൾ എന്താ 20ാമത്തെ ടേമായിട്ട് നമുക്ക് 39ാമത്തെ ടേമായിട്ട് നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.